എങ്കിൽ എന്നെ ഓടിക്ക് തള്ളേ. ഇമ്മട്ടിൽ അലറിക്കൊണ്ട് ഭദ്രകാളിയെപ്പോലെ നിൽക്കുന്ന ഋതുവിനെ കണ്ട് ജാനകി കുഞ്ഞമ്മ ഒന്ന് വിരണ്ടു. ഋതു ഒരു സൈക്കോയാണെന്ന എൻ്റെ സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു അവളുടെ ആ ഭാവമാറ്റം. കണ്ണുകൾ തുറിച്ച് കൃഷ്ണമണികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ആവേശത്തള്ളിച്ചയിൽ ആ കൃഷ്ണമണികൾ പുറത്തേക്കെങ്ങാനും തെറിച്ചേക്കുമോ എന്ന് ഞാൻ ഭയന്നു. എങ്കിലും എനിക്ക് ആശുപത്രിയിൽ കുറേ കാശ് ചിലവാകും. ഋതുവിൻ്റെ മുഖത്ത് പൈശാചിക ഭാവം. സിനിമകളിലെ പ്രേതങ്ങൾ ഇങ്ങനത്തെ ഭാവങ്ങൾ ഇടുന്നത് കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ജാനകി കുഞ്ഞമ്മയുടെ ചോര ഇവൾ കുടിക്കുമോ? ഇവളുടെ വാ ഒന്ന് തുറന്നെങ്കിൽ കൂർത്ത തേറ്റപ്പല്ലുകൾ ഉണ്ടോ എന്ന് നോക്കാമായിരുന്നു, ഞാൻ ചിന്തിച്ചു. ഇവളുടെ ഈ സൈക്കോ സ്വഭാവം മൂലമാകും തോട്ടിൻകര സഹദേവൻ നല്ലൊരു ജോലിയോ ആട്ടിൻകാട്ടം വാങ്ങാൻ പോലുമുള്ള സാമ്പത്തിക ശേഷിയോ ഇല്ലാത്ത എനിക്ക് ഇവളെ കെട്ടിച്ചു തന്നത്. അപ്പോൾ എൻ്റെ സംശയം ശരിയായി. കാര്യം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവളുടെ കൊലക്കത്തിയിൽ നിന്ന് പരമാവധി രക്ഷപ്പെട്ട് ജീവിക്കുക എന്നതായിരിക്കണം എൻ്റെ ജീവിതവ്രതം. എതിർവാക്ക് ഉരിയാടാതിരുന്നാൽ ആക്രമിക്കില്ലായിരിക്കും. എൻ്റെ ബന്ധുക്കളും ഇവളും തമ്മിലുള്ള കടിപിടിക്കിടയിൽ ചെന്ന് ചാടിക്കൊടുക്കാതെ നിഷ്പക്ഷമായി നിൽക്കുന്നതാണ് എനിക്ക് നല്ലതെന്നാണ് ദൈവം ഉള്ളിലിരുന്ന് പറയുന്നത്. ദൈവം പറയുന്നത് കേട്ടാ നന്മയേ ഉണ്ടാവൂ. ഇനി പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ പാഷാണത്തിൽ കൃമികളായ എൻ്റെ ബന്ധുക്കളെ എതിരിടാനും സമൂലം നശിപ്പിക്കാനുമായി ഇവളെ ദൈവം അയച്ചതാണെങ്കിലോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എടാ ആണും പെണ്ണും കെട്ടവനെ! എന്നെയാണോ? ആരാണത്? മലകളെ പിളർക്കുന്ന പ്രസ്തുത ആക്രോശം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആനന്ദൻ ചിറ്റപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കഷണ്ടിത്തലയിൽ അവിടെ നിൽക്കുന്ന രോമങ്ങൾ ദേഷ്യപ്രവാഹത്താൽ എഴുന്നേറ്റ് വിജൃംഭിച്ചു നിൽക്കുന്നു. നീ കെട്ടിയ പെണ്ണ് ആദ്യം ഞങ്ങളെ തെറി വിളിച്ചു, പിന്നെ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇപ്പോ ഗുണ്ടയെപ്പോലെ തല്ലാൻ നിൽക്കുന്നു. ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും പഴം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിനക്ക് നാണമില്ലേടാ മാനം കെട്ടവനെ? ആനന്ദൻ ചിറ്റപ്പൻ ബാധ കയറിയതുപോലെ നിന്ന് തുള്ളി. അത് ചിറ്റപ്പ, ഇറാനും ഇസ്രായേലും തമ്മിൽ അടികൂടുമ്പോൾ ഇന്ത്യക്ക് പക്ഷം ചേരാതെ നിൽക്കാനല്ലേ പറ്റൂ. ഞാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മറുപടി കൊടുത്ത് ചിറ്റപ്പനെ ശാന്തനാക്കാൻ നോക്കി. ഇറാനിൽ നിന്നാണ് ആര്യന്മാർ ഇന്ത്യയിൽ വന്നത്. അവർ വന്ന് ഈ രാജ്യത്ത് ആര്യാസ് ഹോട്ടലുകൾ ആരംഭിച്ചു. വിശദമായി കേൾക്കണോ? എൻ്റെ ഡയലോഗിൽ പിടിച്ച് ഒരു പുളുക്കഥയുമായി പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ കടന്നു വന്നു. ഭാസ്കര മാമ, നിങ്ങളെൻ്റെ കയ്യകലത്തിൽ നിന്ന് മാറിപ്പോ. ഞാനാകെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ്. വന്നു കയറിയ പുത്തനച്ചി എൻ്റെ ഭാര്യയെ തല്ലാൻ പിടിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ആനന്ദൻ ചിറ്റപ്പൻ പട്ടിക്കാട്ടിലെ അപ്പൂപ്പനെതിരെ തിരിഞ്ഞു. അത് ആനന്ദ, കൗരവസഭയിൽ ദ്രൗപദി വസ്ത്രക്ഷേപ സമയത്ത് ഭീഷ്മർ. അപ്പൂപ്പൻ മഹാഭാരത കഥ പറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ആസ്ഥാനത്തുള്ള കഥ പറച്ചിൽ അപ്പൂപ്പൻ്റെ അന്ത്യത്തിലേ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. താൻ തൻ്റെ കാര്യം നോക്കി പോവുവേ എന്നും പറഞ്ഞ് കലികയറി നിന്ന ആനന്ദ ചിറ്റപ്പൻ പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി. പാവം അപ്പൂപ്പൻ പെണ്ണുങ്ങളുടെ പുറത്തേക്ക് ചെന്ന് കമഴ്ന്നടിച്ച് വീണു. ആ ഷോക്കിൽ അപ്പൂപ്പൻ്റെ ബോധം പോയി. അപ്പൂപ്പൻ്റെ തലയിൽ കുറച്ച് ബോധമേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോവുകയും കുറച്ചു സമയം കഴിയുമ്പോൾ തിരികെ വരികയും ചെയ്യാറുണ്ട്. എന്നാലും ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പാവം അപ്പൂപ്പനെ പിടിച്ചു തള്ളിയ ആനന്ദ ചിറ്റപ്പനോട് എനിക്ക് അരിശം തോന്നി. അപ്പൂപ്പൻ്റെ പോയ ബോധം തിരികെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും ഒരു മനുഷ്യജീവിയല്ലേ? അതിനെയും ഒരു അമ്മ പെറ്റതല്ലേ? പ്രായത്തെയെങ്കിലും ബഹുമാനിക്കണ്ടേ? ചിറ്റപ്പ, അപ്പൂപ്പനെ തള്ളിയിട്ടത് ചെറ്റത്തരമായി പോയി. ഞാനൊരു നാടൻ പട്ടിയെപ്പോലെ നിന്ന് മുരണ്ടു. നാടൻ പട്ടിയെയൊക്കെ ആർക്കാണിപ്പോൾ ഭയം? ചിറ്റപ്പനും ഭയപ്പെട്ടില്ല. ഓ, നിന്റെ നാക്കിൽ വായുണ്ടായിരുന്നോ? ഋതുവിൻ്റെ മുന്നിൽ തോറ്റു നിന്ന ജാനകി കുഞ്ഞമ്മ എൻ്റെ ശബ്ദം കേട്ടതോടെ കുരച്ചുകൊണ്ട് എൻ്റെ നേർക്ക് ചാടി. നാക്കിൽ വായുണ്ടായിരുന്നോ എന്നല്ല, വായിൽ നാക്കുണ്ടായിരുന്നോ, അങ്ങനെ തിരുത്ത്. ആനന്ദൻ ചിറ്റപ്പൻ കുഞ്ഞമ്മയെ ഒന്ന് ചുരണ്ടിയിട്ട് സൗമ്യമായി തിരുത്തി. ഓ, ഇവനോടൊക്കെ ഇങ്ങനെയൊക്കെ മതി. ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നതിൽ കുറച്ചിൽ തോന്നിയ കുഞ്ഞമ്മ ചിറ്റപ്പൻ്റെ കറക്ഷൻ നിരസിച്ചു. എന്നിട്ട് തുടർന്നു. അപ്പൂപ്പൻ വീണതാണ് നിനക്ക് പ്രശ്നം. അങ്ങേരെ എൻ്റെ മാമന. നീ കാണുന്നതിന് മുമ്പേ ഞങ്ങൾ മാമനെ കാണുന്നതാ. ഞങ്ങളുടെ മാമനെ ഞങ്ങൾ തള്ളും, ചിലപ്പോൾ തല്ലും. അത് നീ നോക്കണ്ട. നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നോക്ക്. അല്ലാതെ എൻ്റെ കെട്ടിയവനെ മര്യാദ പഠിപ്പിക്കാൻ നീ വരണ്ട. എടാ, പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അതിന് കഴിവില്ലെങ്കിൽ കെട്ടാൻ പോകരുത്. നിന്നെപ്പോലത്തെ മണവും ഗുണവുമില്ലാത്തവന്മാരുടെ കുടുംബങ്ങളാണ് വന്നു കയറുന്ന പെണ്ണ് കാരണം നാനാവിധമാകുന്നത്. ശകുന്തള മാമി ജാനകി കുഞ്ഞമ്പിക്ക് സപ്പോർട്ടുമായി അവതരിച്ചു. നേതള്ളേ, ഉണ്ണിയേട്ടനെ ആക്ഷേപിക്കുന്നത് ഇതോടെ നിർത്തിക്കോണം. ഋതു ചീറിക്കൊണ്ട് ശകുന്തള മാമിയുമായി കൊമ്പ് കോർത്തു. അവൾ തുടർന്നു. നിങ്ങളുടെ കെട്ടിയവനാണ് മണവും ഗുണവുമില്ലാത്ത പാഴ്.
അയാളുടെ കുടുംബം നിങ്ങൾ നാനാവിധമാക്കിയ കഥകളൊക്കെ എനിക്കറിയാം. അതൊന്നും എൻ്റെ തലയിൽ കൊണ്ടുവന്ന് ചാരണ്ട. ആർത്തിമൂത്ത് പ്രാന്തായ പട്ടി തീട്ടമാണ് നിങ്ങൾ. നിങ്ങളുടെ ഭർത്താവ് ബുദ്ധിയില്ലാത്ത മരയോന്തൻ. ഋതുവിൻ്റെ വായിൽ നിന്ന് വീണതൊക്കെ കേട്ട് ശകുന്തള മാമി കണ്ണുമിഴിച്ചു പോയി. ഇനി എന്താണ് ഇവളോട് തിരിച്ചു പറയേണ്ടത് എന്ന് ശകുന്തള മാമി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ രക്ഷയ്ക്കായി മധുമാമൻ സ്വജീവൻ പണയം വെച്ച് മുന്നോട്ട് വന്നു. എടി, മൂത്തവരോട് മൂധേവിത്തരം പറഞ്ഞ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും ഞാൻ. മധുമാമൻ ആർത്തലറി. അത് കേട്ട് ശകുന്തള മാമിക്ക് രോമാഞ്ചമുണ്ടായി. ദേ കളവ, എൻ്റെ ശരീരത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ പിന്നെ തൻ്റെ വായിൽ പല്ലുണ്ടാകില്ല. ഇത് വെറുതെ പറയുന്നതല്ല. പല്ല് ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഒഴിച്ചിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ തൊട്ടു നോക്ക്. ഋതു മധുമാമന്റെ മുന്നിൽ ചെന്ന് നെഞ്ചും വിരിച്ചു നിന്നു. മധുമാമൻ അന്തം വിട്ട് വാ പൊളിച്ചു നിന്നപ്പോൾ മാമനെ രക്ഷിക്കാനായി മകളായ മൃദുല ഓടി വന്ന് മധുമാമനെ പിടിച്ചു മാറ്റി. അച്ഛൻ ഇത്തരം സംസ്കാരമില്ലാത്തവരുമായി സംസാരിക്കാൻ പോണ്ട, നമുക്കാ നാണക്കേട്. ഋതുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മൃദുല അച്ഛനെ ഉപദേശിച്ചു. സംസ്കാരമില്ലാത്തത് നിനക്കൊക്കെയാ. ഒരു ഫംഗ്ഷന് വന്നാൽ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാ മാന്യന്മാരായ മനുഷ്യരുടെ ഇടയിലെ പതിവ്. നീയൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞവർക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതെ നാണം കെട്ട് ഇവിടെ ഉണ്ടുറങ്ങി കഴിയുന്നു. മാനമില്ലാത്ത വർഗങ്ങൾ, അലവലാദികൾ, പെരുവയറികൾ. ഋതുവിന്റെ സംസാരം 5 വില്ലേജ് അപ്പുറം വരെ കേൾക്കാമായിരുന്നു. ചീവീടിന്റെ ഒച്ചയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ പോകാമെന്ന്. നിങ്ങളല്ലേ സമ്മതിക്കാത്തത്? ഇപ്പോൾ വല്ലവരുടെയും വായിലിരിക്കുന്നത് കേട്ടപ്പോൾ തൃപ്തിയായല്ലോ. ശകുന്തള മാമി അലറിക്കൊണ്ട് മധുമാമന് നേരെ തിരിഞ്ഞു. തന്നോട് എപ്പോ പറഞ്ഞു എന്ന മട്ടിൽ അന്തം വിട്ട് മധുമാമൻ ശകുന്തള മാമിയെ നോക്കിയ നോട്ടം ദയനീയമായിരുന്നു. പിന്നെയും കുറച്ചു നേരം കൂടി ആ വഴക്കും സംസാരവും തുടർന്നു. അവസാനം ആനന്ദകരമായ ആ തീരുമാനമെത്തി. പിടിച്ചടക്കിയ പ്രദേശങ്ങൾ നിരുപാധികം വിട്ടുതന്ന് എൻ്റെ ബന്ധുക്കൾ പിന്മാറാൻ തീരുമാനിച്ചു. അവർ കെട്ടും ഭാണ്ഡവും മുറുക്കി പടിയിറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ അഭിമാനത്തോടെ നോക്കി. മിടുക്കി, പരിണിത പ്രജ്ഞ, യുദ്ധവീര പോരാളിനി, ധീര. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഗടാഘടിയന്മാരായ എൻ്റെ ബന്ധു സൈന്യത്തെ തോൽപ്പിച്ചോടിച്ച വില്ലാളി വീരത്തി. ഞാൻ മനസ്സിൽ പ്രശംസകൾ ചൊരിഞ്ഞു. ഇനി ഈ വീടുമായി ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാണ് ബന്ധുക്കൾ പോയത്. മരണമായാലും കല്യാണമായാലും ഈ തറവാട്ടിൽ ഇത് പതിവാണ്. അടിയിലേ അത് അവസാനിക്കാറുള്ളൂ. പക്ഷെ ഈ പ്രശ്നം അല്പം വ്യത്യസ്തമാണ്. വന്നു കയറിയ പെണ്ണാണ് അവരെ തെറി പറഞ്ഞ് ഓടിച്ചത് എന്ന ആത്മാഭിമാന ക്ഷതം അവർ ഉടനെയൊന്നും മറക്കാനിടയില്ല. ഈ ദേഷ്യത്തിൽ അവരുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ മിക്കവാറും വിളിക്കാൻ ചാൻസ് ഇല്ല. എങ്കിൽ എനിക്ക് വൻ ലാഭം. എല്ലാവരും ഋതുവിനെ കൊല്ലാനുള്ള കലിയോടെയാണ് മടങ്ങിയതെങ്കിലും ഗണേശൻ മാമൻ പരസ്യമായും സുകുമാരൻ വല്യച്ഛൻ രഹസ്യമായും വന്ന് ഋതുവിന് പിന്തുണ കൊടുത്തിട്ടാണ് പോയത്. എല്ലാവരും പോയതോടെ വീടിന് പുറകിലുള്ള കാട്ടിലോ മറ്റോ ഒളിച്ചിരുന്ന അച്ഛനും അമ്മയും ഒന്നും അറിയാത്തതുപോലെ തിരികെ വന്നു. വഴക്കിനെക്കുറിച്ച് ഒരക്ഷരം ചോദിക്കാതെ അമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി. പുട്ടുണ്ടാക്കാൻ പോയതായിരിക്കും. ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ മാവ് നനച്ച് പുട്ടുണ്ടാക്കും. അച്ഛൻ ഷർട്ടെടുത്ത് ധരിച്ച് ബറോട്ടയും ബീഫും തിന്നാൻ ഒരു മൂളിപ്പാട്ടും പാടി ജംഗ്ഷനിലേക്ക് പോയി. ഈ പാട്ടൊക്കെ ഞാൻ നിർത്തുന്നുണ്ട്. ആളും ആരവങ്ങളും ഒഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ വീടൊന്ന് ശൂന്യമായപ്പോൾ ഋതു എന്നെ ആലിംഗനം ചെയ്തു. ഉണ്ണിയേട്ടന് വിഷമമായോ? അവൾ ചോദിച്ചു. എന്തിന്? ബന്ധുക്കളെ ചീത്ത വിളിച്ചതിന്? ഇല്ല. ഉണ്ണിയേട്ടനെ ആണും പെണ്ണും കെട്ടവൻ, മണകുളാഞ്ചൻ എന്നൊക്കെ വിളിച്ചതാ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. ഉണ്ണിയേട്ടനെ അങ്ങനെ ആര് വിളിച്ചാലും ഞാൻ ചീത്ത വിളിക്കും, ഇനിയും വിളിക്കും. അവൾ എൻ്റെ നെഞ്ചിൽ തല ചേർത്തു. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. എനിക്കിനി ആരെയും പേടിക്കണ്ട. എനിക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. അതും പറഞ്ഞ് ഞാൻ നിർത്താതെ വീണ്ടും കരഞ്ഞു. കൂടുകൂടാ കരഞ്ഞു. അവളുടെ കരവല്ലുകൾ കൂടുതൽ ദൃഢതയോടെ എന്നെ അവളോട് ചേർത്തു. പ്രഭാതം കേട്ടോ, സുന്ദര സുരഭിലമായ പ്രഭാതം. സൂര്യൻ പല്ല് 32 കാട്ടി ചിരിച്ചുലഞ്ഞ് പരിലസിച്ചു നിൽക്കുന്നു. ആകാശത്തിൻ്റെ കവളിൽ ഡാർക്ക് ഷെയ്ഡ് ഒന്നുമില്ല. ഇന്നലെ ഭവതി ബ്യൂട്ടി പാർലറിൽ പോയി കാണും. വീശുന്ന കാറ്റിൻ്റെ കയ്യിൽ ചൂടല്ല, സുഖകരമായ തണുപ്പാണ്. സമയം 7:30. പ്രകൃതി ശുഭപ്രതീക്ഷകളോടെ ഉണരുകയാണ്. ഇന്നെങ്കിലും ഈ നാട്ടിൽ നല്ലത് മാത്രം നടക്കുമെന്ന വിശ്വാസത്തോടെ. പക്ഷേ അതിന് മനുഷ്യൻ കൂടി വിചാരിക്കണമല്ലോ, അല്ലേ? ഞാനും ഋതുവും കൂടെ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള ടാറിട്ട റോഡിലൂടെ എൻ്റെ പഴപഴഞ്ചൻ യമഹ ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. ഋതു സന്തോഷവതിയാണ്, ഞാൻ അതീവ സന്തോഷവാൻ.
സന്തോഷാധിക്യത്താൽ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതിനാൽ എൻ്റെ പേര് സന്തോഷ് എന്നാക്കി മാറ്റുന്നതിന് പോലും ഞാൻ തയ്യാറാണ്. അത്രയധികം സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ. അതിന് കാരണം ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളാണ്. വഴക്ക് കൂടി ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം എൻ്റെ വീടിനെ ഭരിച്ചത് മരണ വീട്ടിലെ നിശബ്ദതയായിരുന്നു. ബന്ധുക്കളൊക്കെ പോയി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഋതു എൻ്റെ ഭവനത്തിൽ പ്രണയത്തിൻ്റെ ഒരു പൂത്തിരി കൊളുത്തി. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്ന ഗാനം അവൾ മൊബൈലിൽ പ്ലേ ചെയ്തു. ആ ഗാനത്തിൽ ജാനകിയമ്മ നാഥ എന്ന് വിളിക്കുന്ന ആ വിളി എന്നെ വല്ലാതെ ആർദ്രനാക്കി. അതെന്നിലെ കാന്തനെ ഉണർത്തി. എനിക്കെൻ്റെ ഭാര്യയെ കാണണമെന്ന് തോന്നി. ഞാൻ അവൾക്കരികിലേക്ക് ഓടി. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഋതു കിടക്കയിൽ ചരിഞ്ഞു കിടക്കുകയാണ്. എന്നെ കണ്ടതും അവൾ കടക്കണ്ണുകൊണ്ട് ആശിപ്പിക്കുന്ന ഒരു ചേറുനോട്ടമെറിഞ്ഞു. അവളുടെ ചാമ്പയ്ക്ക ചുണ്ടിൽ ഒരു കുസൃതി ചിരി. യെസ്, സമയം ആഗതമായി. ആദ്യ രാത്രി എന്ന സംഭവം നടന്നില്ല. അത് ഈ പകലിലാകാം. ഞാൻ ഓടി അവളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്താ പെട്ടെന്ന് മനസ്സ് മാറിയത്? ഞാൻ ആർദ്രമായി ചോദിച്ചു. ബന്ധുക്കളെയൊക്കെ ഞാൻ ചീത്ത വിളിച്ച വിഷമത്തിലല്ലേ ഉണ്ണിയേട്ടൻ? ആ വിഷമം മാറ്റാനാ. ഞാൻ നന്ദിയും പറഞ്ഞ് അവളിലേക്ക് മുങ്ങി. ഞാൻ ആദ്യമായി ഒരു സ്ത്രീയെ അറിയുകയായിരുന്നു. അപ്പോൾ സ്ത്രീ വലിയൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. സ്ത്രീക്ക് വേണ്ടി മനുഷ്യൻ തമ്മിലടി കൂടുന്നതിൽ കാര്യമുണ്ടെന്നറിഞ്ഞു. സുഖങ്ങൾ പലതുണ്ട്, പക്ഷേ സുഖങ്ങളുടെ രാജാവ് അത് പെണ്ണുങ്ങളുടെ കൈവശമാണ്. അതറിഞ്ഞ് ഞാൻ അവളിൽ നിന്ന് പൊങ്ങിയപ്പോൾ വിവാഹം മഹത്തരമായ ഒരു കാര്യമാണെന്ന സത്യം എൻ്റെ സിരകളിലേക്ക് നിറഞ്ഞു പതിഞ്ഞു. സ്ത്രീ എന്തെന്നറിയാനുള്ള നീണ്ട 31 വർഷത്തെ യാത്ര ഇതാ ലക്ഷ്യസ്ഥാനം അണഞ്ഞിരിക്കുന്നു. പുരുഷനായി പിറന്നു എന്ന നിലയ്ക്ക് തലയിൽ വച്ച് നൽകപ്പെട്ട വലിയൊരു ഉത്തരവാദിത്വം ഇതാ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബദൈവങ്ങളും മരിച്ചു മൺമറഞ്ഞ് ഉച്ചിയിൽ നിൽക്കുന്ന പിതാമഹന്മാരും പിതൃക്കളും ആനന്ദാതിരേകത്താൽ വീർപ്പ് മുട്ടിക്കാണും. തലമുറകൾ ഇനിയും തുടരും എന്ന ചിന്തയാൽ ഞാൻ ഋതുവിൻ്റെ മുഖത്തേക്ക് ആനന്ദവർഷത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഋതു, നമുക്ക് ഈ ലോകത്തെ ആകമാനം അമ്പരപ്പിച്ച് അനന്തകാലം ആഹ്ലാദത്തോടെ ജീവിക്കണം. നമ്മുടെ സ്നേഹം കണ്ട് മനുഷ്യരും കുരങ്ങന്മാരും തത്തകളും മയിലുകളുമൊക്കെ അസൂയപ്പെടണം. കവികൾ നമ്മളെക്കുറിച്ച് മഹാകാവ്യങ്ങൾ രചിക്കണം. നമ്മുടെ സ്നേഹവും പ്രണയവും വരും തലമുറകൾ പാടി നടക്കണം. നീ എന്ത് പറയുന്നു? സ്നേഹിക്കാൻ ഞാൻ റെഡിയാണ്. എൻ്റെ മനസ്സിൽ 10,000 കിലോ സ്നേഹമുണ്ട്. മൊത്തവും എൻ്റെ ഉണ്ണേട്ടനാ. ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്. ഞാൻ ആകാശത്തേക്ക് നോക്കി തൊഴുതു. എൻ്റെ ജീവിതം ഇത്ര മനോഹരമാക്കി തന്ന ദൈവങ്ങളെ, നിങ്ങൾക്കൊരായിരം നന്ദി. ഇതോടെ ഋതുവിൻ്റെയും ഉണ്ണിയുടെയും രസകരമായ കഥ താൽക്കാലികമായി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഋതുവിൻ്റെയും ഉണ്ണിയുടെയും വിവാഹാനന്തര ജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങളുമായി കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.